ജീവിതത്തിൽ മറ്റാരെക്കാളും അവൾ അവനെ വിശ്വസിച്ചു. അവളുടെ ദാമ്പത്യം പൂർണ്ണമാണെന്ന് അവൾ വിശ്വസിച്ചു. അവൾ ഒരു പോലീസ് ഓഫീസറായിരുന്നു, ശക്തയും ധീരയും പുറത്തു നിർഭയയും. എന്നാൽ വീടിനുള്ളിൽ അവൾ ലളിതയും സ്നേഹനിധിയുമായ ഒരു ഭാര്യ മാത്രമായിരുന്നു. അവളുടെ പേര് അഞ്ജലി എന്നായിരുന്നു. ഇൻസ്പെക്ടർ അഞ്ജലി. ആളുകൾ അവളുടെ യൂണിഫോമിനെ ബഹുമാനിച്ചു. കുറ്റവാളികൾ അവളെ ഭയപ്പെട്ടു. എന്നാൽ അവളെ ഒരിക്കലും ബഹുമാനിക്കാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സ്വന്തം ഭർത്താവ് രോഹിത്. സുന്ദരനായ ഒരു ബിസിനസ്സുകാരൻ. ആകർഷകൻ. മൃദുലമായി സംസാരിക്കുന്നയാൾ. അവർ വിവാഹിതരായപ്പോൾ തന്റെ ആത്മമിത്രത്തെ കണ്ടെത്തിയെന്ന് അഞ്ജലി കരുതി. അവർ ഒരുമിച്ച് ചിരിച്ചു. ഒരുമിച്ച് നൃത്തം ചെയ്തു. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കിട്ടു. പക്ഷേ അഞ്ജലി അറിയാത്തത്, രോഹിത്തിന്റെ ഹൃദയം ഒരിക്കലും വിശ്വസ്തമായിരുന്നില്ല. അവൻ രഹസ്യങ്ങളുണ്ടായിരുന്നു. ഇരുണ്ട രഹസ്യങ്ങൾ. മാസങ്ങളോളം അഞ്ജലി ആ സൂചനകൾ അവഗണിച്ചു. രാത്രി വൈകിയുള്ള ഫോൺ കോളുകൾ. അർത്ഥശൂന്യമായ ബിസിനസ് യാത്രകൾ. അവന്റെ ഷർട്ടിലെ അവളുടേതല്ലാത്ത പെർഫ്യൂം. അവളുടെ സുഹൃത്തുക്കൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അവളുടെ സ്വന്തം സഹജാവബോധം അവൾക്ക് മുന്നറിയിപ്പ് നൽകി. പക്ഷേ സ്നേഹം അന്ധമാണ്. ധീരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും സ്നേഹത്താൽ കബളിപ്പിക്കാൻ കഴിയും. ഒരു വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ എന്തോ കണ്ടു. രോഹിതിന്റെ കാർ ഒരു ഹോട്ടലിനടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവന്റെ പതിവ് സ്ഥലമല്ലായിരുന്നു. അഞ്ജലിയോട് കാത്തിരിക്കാൻ എന്തോ പറഞ്ഞു. അവൾ 2 നീണ്ട മണിക്കൂർ കാത്തിരുന്നു. പിന്നെ രോഹിത് പുറത്തേക്ക് വന്നു. മറ്റൊരു സ്ത്രീയോടൊപ്പം. കൈകൾ കോർത്ത് പിടിച്ചു. ചിരിക്കുന്നു. അഞ്ജലി തന്റെ പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നു. മരവിച്ചു. അവളുടെ കവിളിലൂടെ ഒരു കണ്ണുനീർ ഒഴുകി. അവൻ ചതിച്ചതുകൊണ്ടല്ല, കാരണം അവൻ എല്ലാ ദിവസവും കള്ളം പറഞ്ഞു. അവൾ എല്ലാ കള്ളവും വിശ്വസിച്ചു. ആ രാത്രിയിൽ അവൾ അവനുമായി വഴക്കിട്ടില്ല. അവൾ പുഞ്ചിരിച്ചു. അവൻ അത്താഴം വിളമ്പി. ബിസിനസ് മീറ്റിംഗുകൾ സംബന്ധിച്ച അവന്റെ വ്യാജകഥകൾ കേട്ടു. എന്നാൽ അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറി. എന്തോ തകർന്നു. എന്തോ ഉണർന്നു. ഇത് വെറും വഞ്ചനയല്ല, ഇതൊരു അപമാനമായിരുന്നു. അഞ്ജലി തീരുമാനിച്ചു, രോഹിത് അവളുടെ കോപത്തെ മാത്രം നേരിടില്ല, അവൻ അവളുടെ നീതിയെ നേരിടും. അഞ്ജലി അവനെ നേരിട്ടില്ല, പകരം അവൾ അന്വേഷണം ആരംഭിച്ചു. ഏതൊരു കേസിനെയും പോലെ അവൾ കൈകാര്യം ചെയ്തു. ക്ഷമയോടെ, നിശബ്ദമായി. തികച്ചും. അവൾ അവനെ പിന്തുടർന്നു. തെളിവുകൾ ശേഖരിച്ചു. അവന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചു. അവന്റെ ബാങ്ക് ഇടപാടുകൾ ട്രാക്ക് ചെയ്തു. പതുക്കെ ഒരു വലിയ സത്യം വെളിപ്പെടാൻ തുടങ്ങി. രോഹിത് വെറും വഞ്ചനയല്ലായിരുന്നു. അയാൾ നിയമവിരുദ്ധ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. ഗള്ളക്കടത്ത്, ഗള്ളപ്പണം. പിന്നെ ആ സ്ത്രീ അവന്റെ കാമുകി മാത്രമല്ല, അവൾ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അവർ ഒരുമിച്ച് കുറ്റകൃത്യങ്ങളിൽ ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു. ആഴ്ചകളോളം അഞ്ജലി തെളിവുകൾ ശേഖരിച്ചു. ഫോട്ടോകൾ, വീഡിയോകൾ, രേഖകൾ. അവൾ ഒരിക്കലും അവനെ നേരിട്ടില്ല. അവൾ വീട്ടിൽ പുഞ്ചിരിച്ചു. അവന്റെ പ്രിയപ്പെട്ട ഭക്ഷണം പാകം ചെയ്തു. തികഞ്ഞ ഭാര്യയായി നടിച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ഓപ്പറേഷൻ ജസ്റ്റിസ് ഫോർ അഞ്ജലി. ഒരു യഥാർത്ഥ ഉദ്യോഗസ്ഥയെപ്പോലെ അവൾ ഓരോ ചുവടും ആസൂത്രണം ചെയ്തു. അവന്റെ പതിവ് അവൾക്കറിയാമായിരുന്നു. അവൻ കള്ളപ്പണം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു. അവൻ ആ സ്ത്രീയെ വീണ്ടും എപ്പോൾ കാണുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു രാത്രിയിൽ അവൾ ഹോട്ടൽ മുറി റെയ്ഡ് ചെയ്തു. അവന്റെ ഭാര്യയായിട്ടല്ല, പക്ഷേ ഇൻസ്പെക്ടർ അഞ്ജലിയായി. അവളുടെ സംഘം അകത്തേക്ക് കടന്നു. തോക്കുകൾ ചൂണ്ടിക്കാണിച്ചു. പേപ്പറുകൾ പിടിച്ചെടുത്തു. രോഹിത് അവിടെ നിന്നു. ഞെട്ടിപ്പോയി. അവന്റെ കാമുകിയും അങ്ങനെ തന്നെ. ആദ്യമായി രോഹിത് യഥാർത്ഥ അഞ്ജലിയെ കണ്ടു. മൃദുവായ ഭാര്യയല്ല, നിശബ്ദയായ ശ്രോതാവല്ല, പക്ഷേ യൂണിഫോമിലുള്ള സിംഹിനി. രോഹിത് ശർമ്മ, നീ അറസ്റ്റിലാണ്. വഞ്ചന, വിശ്വാസവഞ്ചന എന്നിവയ്ക്ക്. അത്രയേ അവൾ പറഞ്ഞുള്ളൂ. ക്യാമറകൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. IPS ഓഫീസർ സ്വന്തം ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു. വഞ്ചന അവസാനിക്കുന്നത് കൈവിലങ്ങിലാണ്. ആളുകൾ സംസാരിച്ചു. ചിലർ സഹതാപം പ്രകടിപ്പിച്ചു. ചിലർ പരിഹസിച്ചു. പക്ഷേ അഞ്ജലി, ആ രാത്രി അവൾ സമാധാനത്തോടെ വീട്ടിലേക്ക് നടന്നു. ഒറ്റയ്ക്ക്. എക്കാലത്തേക്കാളും ശക്തയായി. നുണകളിൽ നിന്ന് മുക്തയായി. ആഴ്ചകൾ കടന്നുപോയി. രോഹിതിന്റെ ബിസിനസ് തകർന്നു. കാമുകി അപ്രത്യക്ഷയായി. അഞ്ജലി ഒരു ഹീറോ ആയി. ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടല്ല, പക്ഷേ അവൾ ലോകത്തിന് കാണിച്ചുകൊടുത്തതുകൊണ്ടാണ്. ഒരു സ്ത്രീയുടെ നിശബ്ദത ഒരിക്കലും അവളുടെ ബലഹീനതയല്ല, അത് അവളുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഇന്ന് അഞ്ജലി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. പക്ഷേ അവൾ ഏകാകിയല്ല, അവൾ ബഹുമാനിക്കപ്പെടുന്നു. അവൾ ആരാധിക്കപ്പെടുന്നു. അവൾ തന്റെ പോലീസ് ബാഡ്ജ് നോക്കുമ്പോഴെല്ലാം അവൾ പുഞ്ചിരിക്കുന്നു. കാരണം അവളുടെ ബാഡ്ജ് ആളുകളെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, അത് അവളുടെ സ്വന്തം അന്തസ്സ് സംരക്ഷിച്ചു. വിശ്വാസവഞ്ചന വേദനാജനകമാണ്. പക്ഷേ പ്രതികാരം
ക്ഷമ, ധൈര്യം, ബുദ്ധി എന്നിവയോടെ സേവിക്കുമ്പോൾ ഏറ്റവും മധുരമുള്ള നീതിയായി മാറുന്നു.